വെൽ ഡൺ മൈ ബോയ്, വെൽ ഡൺ. കക്കാൻ മാത്രമല്ല നിക്കാനും പഠിച്ചവനാ നീ. നിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ സംതൃപ്തനാണ്. ഇതൊക്കെ ഈ കൊച്ചു തൃക്കരയിൽ മാത്രം ഒതുക്കാതെ മൊത്തത്തിലൊന്ന് വ്യാപിപ്പിക്കണം. നീ MGRന്റെ ഉലകം ചുറ്റും വാലിബൻ സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിൽ MN നമ്പ്യാരുടെ കൊള്ളസംഘം അങ്ങ് ജപ്പാനിൽ പോലും ഉണ്ട്. അതുപോലെ നീയും ഉലകം ചുറ്റും വാലിബനായി മാറണം. ഫോൺ എനിക്ക് വേണ്ട, നീ എടുത്തോ. ഹലോ ജയ, ഇത് ഞാനാ. എന്താ അമ്മേ? നീ ഇവിടെ വരെ ഒന്ന് വരണം. എന്താ ഏതാന്നൊക്കെ നേരിട്ട് പറയാം. അടുത്ത വണ്ടിക്ക് ഇങ്ങ് എത്തിയേക്കണം. ഓടി അവിടുന്ന്. അങ്ങനെ പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് കമ്പനി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിലും പ്രധാനപ്പെട്ടതാ ഇത്. നാളെ തന്നെ ഇങ്ങെത്തണം, അത്യാവശ്യ. ഏട്ടൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരുവേ. അല്ല അമ്മേ. മോളെ, എന്താ അമ്മേ? ഏട്ടൻ വന്നോന്നാ തോന്നുന്നേ. അമ്മേ, സസ്പെൻസ് പൊട്ടിക്കരുത്. അപ്പോയിന്റ്മെന്റ് ഓർഡർ വായിക്കുമ്പോഴേ അറിയാവൂ ഏട്ടൻ SI സെലക്ഷൻ കിട്ടിയ കാര്യം. സന്തോഷം കൊണ്ട് ഞെട്ടണം ഏട്ടൻ. അമ്മേ വരുന്നു. എന്താ അമ്മേ, എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല മോളെ, അതങ്ങ് കൊടുത്തേ. എന്താടി? കൺഗ്രാറ്റുലേഷൻസ് സർ. എടി കാര്യം എന്താന്ന് വെച്ചാ പറ. വായിച്ചോ. ഈ ഒരു കത്ത് വായിക്കാൻ വേണ്ടിട്ടാണ് എന്നെ എത്ര ദൂരം വരാൻ പറഞ്ഞത്. എനിക്കവിടെ എന്തുമാത്രം തിരക്കുണ്ടെന്ന് അമ്മയ്ക്കറിയാമോ? എന്താ പോലീസ് വെള്ളം എടുത്തോ മോനെ. മോനെ ഏട്ടാ, എന്തു പറ്റി? എന്താ മോനെ? സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന കരുതിയത്, പക്ഷെ ഇങ്ങനെ ബോധം കിടന്ന് കരുതിയില്ല. എന്താ പറ്റി? SI ആയിട്ട് കള്ളന്മാരൊക്കെ ഇടിക്കുന്നത് ആലോചിച്ചിട്ടായിരിക്കും ടെൻഷൻ. കള്ളന്മാർക്കൊക്കെ നല്ല തല്ല് കൊടുക്കണം ഏട്ടാ. അയ്യോ അയ്യോ അയ്യോ, ഇതൊന്നും ശരിയാവില്ല, ശരിയാവില്ല. പണ്ടത്തെ പോലെ അല്ല. ഈ പോലീസ് പണി എന്നൊക്കെ പറഞ്ഞ വലിയ റിസ്ക് ഉള്ള കാര്യാ. ഇപ്പോഴത്തെ കള്ളന്മാരുടെ കയ്യിലെ കമ്പും കത്തിയൊന്നും അല്ല, തോക്കും ബോംബും ഒക്കെയാ. എത്ര പോലീസുകാരെന്നറിയോ ദിവസേന വെടികൊണ്ട് മരിക്കുന്നത്? അത് മാത്രല്ല, ഈ പോലീസുകാർ ഒരു മാസം കൊണ്ടുണ്ടാക്കുന്ന പൈസയെ ഈ കള്ളന്മാരെ ഒരു ദിവസം കൊണ്ടുണ്ടാക്കും. തന്നെയല്ല, ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എന്താ കോളെന്നറിയാം? അല്ലല്ല, ശമ്പളം ശമ്പളം. എന്റെ ഏട്ടാ, പോലീസ് SI എന്നൊക്കെ പറയുന്നത് ഒരു പവറുള്ള ജോലിയല്ലേ? ആർക്കും അങ്ങനെ എളുപ്പം കിട്ടില്ലല്ലോ. വിവരം അറിഞ്ഞ അവരുടെ എനിക്ക് കിട്ടും. പിന്നെ നല്ല ബഹുമാനം ഉണ്ടാവും. തന്നെയല്ല, SIയുടെ ബന്ധുക്കൾക്ക് നല്ല വിലയും കിട്ടും. വിലയല്ല, തേങ്ങാ കൊല കിട്ടും. കല്യാണപ്പെണ്ണിന്റെ ഏട്ടനെ SI ആണെന്ന സന്തോഷത്തില ജീവനും വീട്ടുകാരും അവരൊക്കെ അറിഞ്ഞു. അയ്യോ, SI ആവുക. അയ്യോ, ആലോചിച്ചിട്ട് എനിക്ക് തല ഇറങ്ങുക. ഈ കർക്കൊക്കെ തലയിൽ തൊപ്പി കയറുമ്പോ അങ്ങ് പോവേട്ടാ. ഏതായാലും അച്ഛന്റെ ആഗ്രഹം സാധിച്ചു. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അച്ഛന് നല്ലോണം മനസ്സിലാവും. ലോക്കലിലോ ട്രാഫിക്കിലോ? ട്രാഫിക്കിലാണെങ്കിൽ കിമ്പളം, സദ്യക്ക് 3000 പേരെ ഇട്ടില്ല. അതിനു മുമ്പ് അതേറെ കാണിക്കാൻ തുടങ്ങി. ജയ ലഡ്ഡു, നീ SI ആകാൻ പോകുന്ന സന്തോഷത്തിൽ മാർക്കറ്റിൽ എല്ലാവർക്കും ഞാൻ ലഡ്ഡു വിതരണം ചെയ്തു. അലിയ ലഡ്ഡു അമ്മാവനായിരുന്നു. എന്നൊരു വഴിക്ക് എത്തിച്ചപ്പോ അച്ഛന് സമാധാനായി അല്ലേ? ഇവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞ് നാളെ നിങ്ങളൊരു പോലീസ് ഓഫീസറായി കഴിയുമ്പോൾ കഴിയുന്നത്ര സത്യസന്ധതയുള്ളവരായിരിക്കണം. ഒരു കള്ളൻ 100% സത്യസന്ധനായിരിക്കും. കാൽമുട്ടിന് താഴെ ലത്തി കറക്കി എറിഞ്ഞാൽ ഓടുന്ന പ്രതി കമന്നടിച്ച് വീണിരിക്കും. ഇതുപോലെ കാലിന് താഴെ ലാത്തി കറക്കി പോലീസിന്റെ ഒരു ഏറുണ്ട്. അതുകൊണ്ട് വളഞ്ഞും തിരിഞ്ഞും വേണം ഓടാൻ, ഒരിക്കലും നേരെ ഓടരുത്. അവസാനമായിട്ട് സ്വന്തം ജീവൻ പണയം വെച്ചും തൊണ്ടി മുതൽ പിടികൂടണം. തൊണ്ടി മുതൽ പോയാലും ജീവൻ രക്ഷിക്കണം.
അങ്ങനെയാണെങ്കിൽ വല്ല മോട്ടിച്ചാലും ജീവിക്കാമല്ലോ. ഏറ്റവും കുഴപ്പക്കാരനായ കള്ളനെ വേണം ആദ്യം പൊക്കാൻ. അതെ, ഏറ്റവും കുഴപ്പക്കാരനായ പോലീസുകാരന് വേണം നമ്മൾ ആദ്യം ഒതുക്കാൻ. ഡ്യൂട്ടി സമയത്ത് കള്ളന്മാരുടെ മുഖം എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. ഡ്യൂട്ടി സമയത്ത് പോലീസുകാരുടെ മുഖം ഓർക്കേ ചെയ്യരുത്, കോൺസെൻട്രേഷൻ പോകും. പൂട്ട് എങ്ങനെ തുറന്നിരിക്കുന്നു നോക്കി നമുക്ക് മോഷ്ടാക്കളെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ചിലര് താക്കോല് കിട്ടിയാലും പൂട്ട് ചുറ്റിയ കൊണ്ട് തല്ലി പൊളിച്ച് അകത്ത് കയറും. കീരിവാസു അങ്ങനെയല്ലേ? പിന്നെ ജനൽ കമ്പി വളയ്ക്കാൻ ചിലർക്ക് ചില രീതികളുണ്ട്. പലർക്കും പല രീതികളുണ്ട്. എന്നാലും ഒരു മിനിറ്റ് തന്നെ സാറേ, ഈ കമ്പിപ്പാര എടുത്തിട്ട് ഈ ജനലിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു പിടി പിടിച്ചാണ്ടല്ലോ, ഏത് കമ്പിയും പുല്ലുപോലെ വളയും. അത് തനിക്കങ്ങനെ അറിയാം? കുറച്ച് ദിവസമായി തന്നെ ഞാൻ ശ്രദ്ധിക്കുക. എന്താ പ്രശ്നം? സാർ അത് പിന്നെ ഒരല്പം സീരിയസ് ആണല്ലേ? സാർ ട്രെയിനിങ് ഐജിയോടല്ല, ഒരു ജ്യേഷ്ഠനോട് എന്ന പോലെ പറഞ്ഞു. എന്താ പ്രശ്നം? മറച്ചു വെക്കാൻ നോക്കണ്ട. പറയാം സാർ. തന്നെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുക എന്നതാണ് സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർ ഇപ്പൊ ചെയ്യേണ്ടത്. പക്ഷേ തന്നെ ഒരു പോലീസ് ഓഫീസറാക്കാൻ ഞാനങ്ങ് തീരുമാനിച്ചു. സാർ, അന്നത്തെ ഒരു സാഹചര്യത്തില് സിറ്റിയിൽ വന്ന് പെട്ടപ്പോ ഞാൻ അറിയാതെ ആ ഒരു പശ്ചാത്തലമാണ് എന്നെ കൊണ്ട് ഈ തീരുമാനം എടുപ്പിച്ചത്. കാട്ടാനകളെ തളയ്ക്കാൻ താപ്പാന തന്നെ വേണമടോ. 1945 സ്കോട്ട്ലൻഡ് യാർഡിൽ 2 കുപ്രസിദ്ധ കുറ്റവാളികളെ ഓഫീസേഴ്സായിട്ട് നിയമിച്ചു. അന്നത്തെ അവിടുത്തെ പോലീസ് ചീഫ്, പാർലമെന്റിന്റെ അനുവാദത്തോടെ. എന്നിട്ടെന്തായി? ഒരൊറ്റ മാസം കൊണ്ട് ലണ്ടനിലുള്ള സകല കുറ്റവാളികളെയും മോഷ്ടാക്കളെയും അവർ ജയിലിലാക്കി. കുഴപ്പങ്ങളുടെയും കുറ്റങ്ങളുടെയും തുടക്കം അറിയുന്നവന് അതിന്റെ വേരറക്കാൻ വളരെ എളുപ്പമാണ്. നാട്ടിൽ വെച്ച് നിന്റെ 10 ലക്ഷം രൂപ ദത്തന്റെ ഗുണ്ട തട്ടിയെടുത്തതും സേതുരാമൻ എന്ന വലിയേട്ടനെ നീ കാണാൻ ചെന്നതും അവന്റെ സംഘത്തിൽപ്പെട്ടതുമൊക്കെ നിന്നെ നല്ലൊരു പോലീസ് ഓഫീസറാക്കാൻ വേണ്ടി വിധി കളിച്ച കളിയാണെന്ന് കരുതിയാൽ മതി. അതുമല്ല, ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാനുള്ള ഒരു അവസരമായും ഇതിനെ എടുക്കാം. പോലീസ് എന്നും ജനങ്ങളുടെ കാവൽക്കാരനാണ്. പക്ഷേ ഇപ്പോഴത്തെ കാവൽക്കാരിൽ പലരും ഉറങ്ങുന്നവരും ഉറക്കം നടിക്കുന്നവരുമാണ്. എടോ, താൻ സാധാരണക്കാരന് വേണ്ടി ഉണർന്നിരിക്കുന്ന ഒരു കാവൽക്കാരനാവണം. തൊപ്പിയിലെ മുദ്ര കരിയറിലെ വിജയമുദ്രയാക്കി മാറ്റണം. നാട്ടിലെ സാധാരണക്കാരന്റെയും സമാധാനം ആഗ്രഹിക്കുന്നവന്റെയും ആശ്രയമാണ് ഒരു സബ് ഇൻസ്പെക്ടർ. താൻ വിചാരിച്ചാൽ ഒരു നാട് നന്നാക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു സ്റ്റേഷൻ അതിർത്തിയെങ്കിലും നന്നാക്കാമല്ലോ. കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നം പോലെ അങ്ങ് മറന്നേക്ക്. മറക്കുകയാണ് സാർ, പഴയതൊക്കെ മറക്കുക. സാറ് പറഞ്ഞ പോലെ ഒരുപക്ഷെ വിധിയായിരിക്കാം എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. അതുകൊണ്ടാണല്ലോ ദത്തന്റെ വീട്ടിൽ കയറാനും ആ രേഖകളൊക്കെ എടുക്കാനും എനിക്ക് തന്നെ പറ്റിയത്. രേഖകളോ? ഏത് രേഖകൾ? പറയാം സാർ. അതിനു മുമ്പ് എനിക്കതൊക്കെ വിശദമായിട്ടൊന്ന് പരിശോധിക്കാനുണ്ട്. എന്നിട്ടൊക്കെ ഞാൻ സാറിന് കൈമാറാം. സാറിന്റെ നിർദ്ദേശം പോലെ ചെയ്യുകയും ചെയ്യാം. ഗുഡ് ഗുഡ്. സർ, ബൈ. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ ജയശങ്കർ. താങ്ക് യു സർ. വിജയകരമായി ട്രെയിനിങ് പൂർത്തിയാക്കി ഉടനെ തന്നെ വന്നു പോസ്റ്റിംഗ് ഓർഡറും. താൻ ഭാഗ്യവാനാണ്. സർ. ഈശ്വര. ഏത് സ്റ്റേഷനിലേക്കാണെന്നറിയാമോ? ഇല്ല സർ. ഒരു സബ് ഇൻസ്പെക്ടർ തുടക്കം കുറിക്കാനും തിളങ്ങാനും ഇതിലും നല്ലൊരു സ്റ്റേഷൻ കേരളത്തിലില്ല. എവിടെയാണ് സാർ? തൃക്കര. എവിടെ? തൃക്കര.
സാറേ പുതിയ എസ് ഐ സാർ വന്നു. മാല ഞാനിടും, ബൊക്കെ ഷാൻഡി ഇട്ടോണം. ഈശ്വരന്മാരെ, പുതിയ എസ് ഐ പഴയ എസ് ഐമാരെ പോലെ സഹകരണമുള്ള ആളായിരിക്കണേ. അതെ, നിങ്ങൾ എല്ലാവരും റെഡി ആയിക്കോ, ഞാൻ നോക്കിട്ട് വരാം. ഷാൻഡി എവിടെ? വാ, വരുന്നു. ഒന്ന് വേഗം കൊണ്ടുവാടോ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. അല്ല, അത് ശരി, നീ കളിച്ച് ഇപ്പൊ പോലീസുകാരുടെ തോണക്കരുന്നാണ് കളി. കട്ട മുതലിന്റെ വിഹിതം തരുന്നൊക്കെ ശരി തന്നെ, അതിനുള്ള നന്ദി ഔദാര്യൊക്കെ ഞങ്ങളും കാണിച്ചിട്ടുണ്ട്. പക്ഷെ നോക്ക്, കാക്കിട്ടുള്ള ഈ കള്ളപ്പരിപാടിയുടെ വേണ്ട കേട്ടാ. ഞങ്ങളിവിടെ ഉണ്ട്. നിർത്തടോ. എന്താണിത്? വായിച്ചു നോക്ക്. ഇപ്പൊ മനസ്സിലായില്ല ഞാൻ ആരാണ്? ജയശങ്കർ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. സല്യൂട്ട് ആൻഡ് ഫോളോ മീ. എന്റെ പണിയുടെ കാര്യം തീരുമാനമായി. സാർ, എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ സാർ? ഓക്കെ. ജനങ്ങൾക്ക് ഇപ്പൊ പോലീസിനോട് പേടി കൊണ്ടുള്ള ബഹുമാന. അത് മാറണം. ബഹുമാനം കൊണ്ടുള്ള പേടിയാ വേണ്ടത്. ശബ്ദത്തിൽ മാത്രം ഒരു വ്യത്യാസം. പക്ഷെ കണ്ണും മൂക്കൊക്കെ അത് തന്നെ. അത് ചിലപ്പോ തോന്നില്ലായിരിക്കുന്നേ. അതായത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചെറുതായിരിക്കുമ്പോ എന്നെ പോലെ കൊച്ചിനെ വഴി കണ്ടെന്ന് പറഞ്ഞ് അച്ഛനുമായിട്ട് അമ്മ വഴക്കുണ്ടാക്കും. ഇവിടെ ഒരാളെ പോലെ 9 പേരുണ്ടാവും. എന്താടോ? അല്ല, 9. താൻ 9? അയ്യ, അല്ല, സാറിന്റെ അതേ രൂപത്തിലൊരു കള്ളൻ ഇവിടെ ഉണ്ടായിരുന്നു. അവന്റെ ഫോട്ടോ എവിടെ? ആ ഫോട്ടോ എടുത്ത് താനെന്താ തിന്നോ? ഇതുവരെ നിങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ഞാൻ അന്വേഷിക്കുന്നില്ല. പക്ഷെ ഇനി മുതൽ അക്ഷരാർത്ഥത്തിൽ ഇതൊരു മാതൃകാ പോലീസ് സ്റ്റേഷൻ തന്നെയായിരിക്കണം. ഓക്കെ. ഹലോ, സബ് ഇൻസ്പെക്ടർ ജയശങ്കർ സ്പീക്കിംഗ്. CI സാജൻ ജോസഫ് സ്പീക്കിംഗ്. എന്താ സാർ? എന്ത് എന്താ അവിടെ? ഇല്ല സാർ, ഇവിടെ പറഞ്ഞാണ് സാർ. പുതിയ SI ചാർജ് എടുക്കാൻ CIയുടെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അറിയില്ലടോ? സാർ, അതോ ഇനി അയാൾ സൈബർ സെല്ലിൽ ഇരുന്ന ആളാണ്, ട്രാഫിക്കിൽ ഇരുന്ന ആളാണ്, സാവധാനം വന്ന് റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന് തോന്നലുണ്ടോ? സൈബർ സെല്ലിൽ ഞാൻ പുലിയായിരുന്നോ? പുലി. അയ്യോ സാർ, ഞാൻ ചാർജ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് വരാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഇവിടുത്തെ ASIയും കൂട്ടരൊക്കെ സാറിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറയാൻ തുടങ്ങിയത്. സാറ് വന്ന ശേഷമാണ് ഈസ്റ്റ് സർക്കിളിലെ സ്റ്റേഷനൊക്കെ ക്ലീൻ ആയത്. ക്രിമിനലുകളൊക്കെ സാറിനെ കണ്ട കിട്ടുകിട്ടേ വിറയ്ക്കുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് സാർ. എന്നാ കുഴപ്പമില്ല, മുഴുവനും കേട്ടിട്ട് വന്നാൽ. വേണ്ട സാർ, ഞാൻ എന്താ വരുന്നു സാർ. സാർ, CIയുടെ റൂം ഏതാ? ഇതിലെ പോയിട്ട് മുകളിൽ നിലയിൽ വലത് ഭാഗത്ത്. എന്നാലും ആ ഫോട്ടോ എവിടെ പോയി? ഫോട്ടോ ഞാൻ പറിച്ചു തിന്നോടോ? ഇല്ല സാർ. നോക്ക്, എന്റെ മുമ്പിൽ ഇങ്ങനെ വന്നിട്ട് വെച്ചേക്കില്ല ഞാൻ പറഞ്ഞേക്ക്. ഒരേ ബാച്ച് എന്നുള്ളത് ശരിയാ. ഇനി എങ്ങനെ ട്രാഫിക് വിളിച്ചാണ്ടല്ലോ ഞാൻ പറയണില്ല. ട്രാഫിക് AR സൈബർ എന്നൊക്കെ ആൾക്കാർക്ക് എന്താ മഹാരോഗം മാതിരിയാ. ഒരു ജാതക മീറ്റിംഗ് പറ്റും ഉണ്ടാവട്ടെ, അപ്പൊ അറിയാം ട്രാഫിക്കിന്റെ വില. താനേതാ? സബ് ഇൻസ്പെക്ടർ ജയശങ്കർ സാർ. സാർ കുറച്ചു മുമ്പ് വിളിച്ച് ജോയിൻ ചെയ്യാൻ പറഞ്ഞ. ഇരിക്കേ സാർ. എന്താ സാർ? താനെന്തോ കുനിഞ്ഞേക്കുന്നത്? ബഹുമാനം കൊണ്ടാണ് സാർ. ഇങ്ങോട്ട് വരികടോ. സാർ, ഇങ്ങോട്ട് എന്താണ് സാർ? അന്നൊരു ജ്വല്ലറിയിൽ വെച്ച് നമ്മൾ കണ്ടായിരുന്നു. ഏത് ജ്വല്ലറി? എന്തോന്ന് ജ്വല്ലറി? വെഡിങ് ആനിവേഴ്സറിയുമായിട്ട് ബന്ധപ്പെട്ട്. താനെ തൊപ്പിന്ന് മാറ്റിക്കേ. സാർ, തൊപ്പി മാറ്റാൻ. ഇല്ല സാർ. എന്താ? ഞാൻ ശവത്തിന് മുമ്പിൽ മാത്രമേ തൊപ്പി വരാറുള്ളൂ. സാറിന് നിർബന്ധമാണെങ്കിൽ. വേണ്ട സാർ. തന്നെ പോലെ ഒരാളെ, അല്ല 2 പേരെ ഞാൻ കണ്ടു. ലോകത്ത് ഒരാളെ പോലെ 7 പേരുണ്ടെന്നല്ലേ സാറേ പറയാറ്? അപ്പൊ 5 പേരും കൂടെ വരാനുണ്ടോ? ഇല്ല സാർ. ഡിറ്റോ. ഓ, അതുപോലെ തന്നെ. എന്നാലും ഇത്രയൊരു സാമ്യം.
കാണും സാർ, സാമ്യം കാണും. സാർ ഈ ഉറുമ്പുകളെയും കാക്കകളൊക്കെ കണ്ടിട്ടില്ലേ? എല്ലാം ഒരുപോലെ ഇരിക്കുന്നത്. എലിക്കാക്ക വേറെയല്ലേ? ശരിയാ, ഫുൾ ബ്ലാക്ക്. ഡോ താൻ എന്നെ ലോജിക്ക് പറഞ്ഞ കൺഫ്യൂഷൻ കാണോ? ഇല്ല സാർ. താനെന്താ കളിക്കുട്ടിയോ? ഇല്ല ഒരു ഉറുമ്പും കാക്കയും. സാർ, ഞാൻ ഈ തൃക്കര സ്റ്റേഷൻ അറിയാം സാർ. ഈ തൃക്കര സ്റ്റേഷൻ ഞാനൊന്ന് തൂത്ത് വൃത്തിയാക്കാൻ പോവാ. കാലത്തെ അവരൊന്ന് അടിച്ചു വാരി പോയുള്ളൂ. ഞാൻ തൂക്കലല്ല സാർ ഞാൻ ഉദ്ദേശിച്ചത്. ഈസ്റ്റ് സർക്കിളിൽ പൊതുവെ കള്ളന്മാരും ക്രിമിനൽസ് ഒക്കെ കൂടുതലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശാന്തിയും സമാധാനമുള്ള സ്ഥലങ്ങളല്ലേ ജനങ്ങൾ എന്നും ആഗ്രഹിക്കുന്നത്. അവിടെയാണ് സാർ പോലീസിന്റെ പ്രസക്തി. അതുകൊണ്ട് ഈ തൃക്കര ഞാനൊന്ന് വെടിപ്പാക്കാൻ പോവാ. സാറിന് അനുവാദം ഉണ്ടെങ്കിൽ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. വിത്ത് യുവർ പെർമിഷൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാർ? പ്ലീസ്. സാർ ഒരു സുന്ദരനാണ് സാർ. ഈ കവിളെന്താ സാർ ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നത്? ഈ രണ്ടു ഉറുമ്പുകളെ കണ്ടത് എനിക്ക് അല്ല വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. ഏത് കേസാ? ഒരു കുഴഞ്ഞ കേസാ, താൻ പോ. ഇതാവൻ തന്നെയാ. അങ്ങേര് കള്ളനോ പോലീസോ ആവട്ടെ, ഏട്ടൻ വന്ന് ഭക്ഷണം കഴിക്കേ. ഒരു പ്രശ്നത്തിൽ മനസ്സർപ്പിച്ചിരിക്കുന്ന ആൾക്ക് ഭക്ഷണം ഇറങ്ങില്ല. നീ ഇരട്ടകൾക്ക് സാദൃശ്യം ഉണ്ടാവാം. ഇതിപ്പോ അങ്ങനെയാണോ? ഒരുമാതിരി ഡബിൾ റോൾ പോലെ. അതെ, വെള്ളം അടിച്ച അങ്ങനെയൊക്കെ തോന്നും. അവനോട് കിടന്ന് ഉറങ്ങാൻ പറയണ്ടോ? ഏട്ടാ, ഈ SIയുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ പരിശോധിച്ചില്ലേ? എല്ലാ റെക്കോർഡ്സും വെരിഫൈ ചെയ്താ ഒക്കെ ഓക്കെയാ. കൃത്യമായ പോസ്റ്റിങ്ങും. അപ്പൊ പിന്നെ ബാക്കിയല്ല ഏട്ടന്റെ തോന്നല. എന്റെ എടുത്തി ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ ഏട്ടൻ ചെറുപ്പത്തിലെ എങ്ങനെയാ? ഒരല്പം എടുത്തു ചാട്ടം, ആവശ്യമില്ലാത്ത സംശയം, പിന്നെ കുറച്ചൊക്കെ മണ്ടത്തരോ. മണ്ടത്തരോ? ആർക്കടി മണ്ടത്തരം? അതിന് ദേഷ്യപ്പെടുന്ന എന്തിനാ? പക്ഷെ അവനെ പൊക്കും. അതിന് JCB കൊണ്ടുവരേണ്ടി വരും. ഇവൻ ആരുടെ മോനാടി? എന്തായാലും ഈ SI ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് എന്റേതായ രീതിയിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ശരി, നീ നോക്ക്. പക്ഷെ ഞാൻ വിചാരിച്ചോ അവൻ ഉറങ്ങിയ നടന്നത് തന്നെ. പട്ടിയില്ല, രക്ഷപ്പെട്ടു. എന്റെ പൊന്നു സാറേ, സീരിയല് കാണാൻ കേറിയതാണ് എന്റെ പൊന്നു സാറേ. മച്ചാനെ ഉള്ളിൽ കയറി. കൊള്ളാം, പോലീസിന്റെ വേഷത്തിൽ കക്കാൻ വന്ന കൊച്ചു കള്ളൻ. കലക്കേട്ടാ, ഇതൊക്കെ എവിടുന്ന് സംഘടിപ്പിച്ച് ബെസ്റ്റ് ആയിട്ടുണ്ട്. അയ്യോ, പണി പാളിന്നാ തോന്നണേ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരാൻ, തമാശക്കാണെങ്കിലും എനിക്ക് വേദന എടുത്തിട്ടാ. പറയടാ, എങ്ങനെയാടാ അതിനകത്ത് കയറിയത്? ഓ, ഒന്നും അറിയാൻ പറഞ്ഞ മച്ചാനെ. എങ്ങനെയാടാ? ജനാലയുടെ ചില്ല് നനഞ്ഞ തുണി കൊണ്ട് പൊത്തി കല്ലുകൊണ്ട് ഇടിച്ച് പൊട്ടിച്ചകത്ത് കയറി. കറക്റ്റ്. ഇതിനകത്ത് എങ്ങനെയാടാ കയറിയത്? ജനാലയുടെ അഴികള് കമ്പി കൊണ്ട് വളച്ച് പൂച്ച പതുങ്ങി കയറുന്ന പോലെ കയറി. കേട്ടില്ലേ എങ്ങനെയാണ് കള്ളന്മാരകത്ത് കയറുന്നത്? പണ്ടൊക്കെ ഓട് പൊളിച്ചായിരുന്നു കയറിയിരുന്നു. അതാകുമ്പോ ഇത്ര റിസ്ക് ഇല്ലേ? ഇതാണ് പറയുന്നത്, വാതിലിന്റെയും ജനലിലേക്ക് അടുത്ത് കുറച്ച് സ്റ്റീൽ പാത്രങ്ങൾ വെക്കുന്നത് നല്ലതാണെന്ന്. അത് മറിഞ്ഞിട്ടുള്ള ശബ്ദം കേട്ടാലും നിങ്ങൾക്ക് എണീക്കാലോ. സ്വന്തം കഞ്ഞില് പാറ്റിടല്ലേ മച്ചാനെ. സാർ കൃത്യസമയത്ത് എത്തിയല്ലോ. അതിന്റെ ഡ്യൂട്ടി അല്ലേ? എന്നാലും സാർ, ഇവൻ ഇവിടെ തന്നെ കയറുന്ന ഇത്ര കൃത്യമായിട്ട് സാറിന് അങ്ങനെ മനസ്സിലായി? അതൊക്കെ ഞങ്ങൾ തമ്മിലുള്ള ഓരോ കളികളല്ലേ. സമ്മതിച്ചിരിക്കണം മച്ചാനെ, ഈ വേഷത്തിൽ നിന്നെ കണ്ട പോലീസുകാർക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ല നീ കള്ളനാണെന്ന്. ഇങ്ങനെ വന്നത് നന്നായി, എനിക്കും മച്ചാനും രക്ഷപ്പെടാൻ പറ്റിയല്ലോ. നിനക്ക് നല്ല ബുദ്ധിയുണ്ട്. ഇനി തമാശ കളിക്കരുത്, ഞാനും പിടിച്ചു കുത്തുവേ. ഇനി സ്റ്റേഷൻ അതിർത്തിയില് നീയും നിന്റെ ഗ്യാങ്ങും ഒരു മുട്ടുസൂചിയെങ്കിലും മോട്ടിച്ചു എന്ന് അറിഞ്ഞ